നമസ്കാരം. നമസ്കാരം. പിണറായി വിജയനെ സതീശൻ ഒരു സൈഡിൽ നിന്ന് പൂട്ടാൻ തുടങ്ങുകയാണെന്ന്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ കാറുകളില്ലാണ്ടാവുന്നു, മറ്റേത് വലിയ 41 കാറുകളുടെ അകമ്പടിയോട് കൂടി നടന്നിരുന്നൊരു വലിയ രാജാവായിരുന്നു. പിന്നെ അതുകൂടാതെ പിന്നീട് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടു, വലിയ പോലീസ് സെക്യൂരിറ്റി ഇല്ല. മറ്റേത് അദ്ദേഹം പോകുന്നിടത്തെല്ലാം റോഡ് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. ചുരുങ്ങിയത് 1-2 കിലോമീറ്ററെങ്കിലും റോഡ് മൊത്തം ബ്ലോക്ക്, അവിടെ നിർത്തിയിട്ട വണ്ടികളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റുന്നു. അത്തരത്തിലുള്ള മറ്റൊരു സെറ്റപ്പ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വസതികൾ, മോടി പിടിപ്പിച്ച വസതികൾ, അതിൽ ഞാൻ നന്ദകുമാർ സാറൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിൽ പശുത്തൊഴുത്തുണ്ട്, നീന്തൽ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വലിയ സെറ്റപ്പ് അദ്ദേഹത്തിൻ്റെ ആ റൂമിലുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ കൺട്രോൾമെൻറ്റ് ഹൗസ് അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നു. അദ്ദേഹം 10 വർഷമായി ഉപയോഗിച്ചിരുന്ന നമ്പർ വി.ഡി. സതീശൻ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു തലക്കുന്ന് അദ്ദേഹത്തെ വെട്ടി അദ്ദേഹം ഇത്രയും കാലം എന്താ പറയുക ആർഭാടത്തോട് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ തൻ്റേതാണെന്ന് കണ്ടിരുന്ന പല കാര്യങ്ങളും സതീശൻ ഇല്ലാണ്ടാക്കി കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ഈ വിഷയം കാണുന്നത്? അത് ഫവാസെ, ഇത് ഈ വെട്ടിയൊതുക്കൽ എന്ന് ഫവാസ് പറഞ്ഞ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ CPM എന്ന പാർട്ടിയിൽ വെട്ടിയൊതുക്കലിൻ്റെ ഒരു ആരംഭം കുറിച്ച ആൾ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. അതിനാദ്യം തന്നെ അദ്ദേഹം ഈ CPMലെ സമുന്നത നേതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിയോഗി എന്ന് വിശേഷിപ്പിച്ചിരുന്ന അച്യുതാനന്ദൻ തന്നെയാണ് ആദ്യം വെട്ടിയൊതുക്കിയത്. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് അച്യുതാനന്ദനെ സൈഡാക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി തനിക്ക് എതിരെ വരും എന്ന് തോന്നുന്ന രാഷ്ട്രീയ ആയ ഒരു ശത്രുവിനെ എത്ര ദൂരെ നിന്ന് മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള രാഷ്ട്രീയ ചാണക്യ തന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 18 വർഷക്കാലത്തോളം CPM എന്ന പാർട്ടിയെയും 10 വർഷക്കാലം CPMൻ്റെ ഭരണത്തെയും കയ്യിലൊതുക്കിക്കൊണ്ട് ഏകഛത്രാധിപതിയായിട്ട് വാണരുളിയ ഒരാളാണ് പിണറായി വിജയൻ. അതിപ്പോൾ ഫവാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 41 കാറിൻ്റെ അകമ്പടിയോടുകൂടി പോകുമ്പോൾ അദ്ദേഹം പോകുന്ന റൂട്ടിലുള്ള എല്ലാ സിഗ്നലും ഓഫാക്കും. മൊബൈൽ ജാമർ വരെ വയ്ക്കും. പോലീസിൻ്റെ ഇടിവണ്ടി, ആംബുലൻസ് എന്നിങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു സന്നാഹത്തോടു കൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. സാധാരണക്കാരുടെ ആവശ്യങ്ങളൊന്നും അവിടെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഒരു കുട്ടിയോ ആശുപത്രി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ കോൺവോയ് വാഹനം കടന്നു പോകുന്നവരെ കാത്തുകിട്ടേണ്ട ഒരു അവസ്ഥയിലാണ് വരുന്നത്. എത്രത്തോളം വലിയ ഗുരുതരമായ അസുഖത്തിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ അപകടം പറ്റിയ ആളുകളൊക്കെ ആണെങ്കിൽ വഴി മാറി പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. അത് പലപ്പോഴും നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ വന്നവരെ പലരും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഈ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. അതിന് വീണ്ടും എന്ത് തരത്തിലുള്ള ആക്രമണ ഭീഷണിയാണ് ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ ഉണ്ടായിരുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഫവാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയും കൂടെ വേറൊരാളും കൂടി ആ സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കാഴ്ച നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ സുരക്ഷാ ഭീഷണി ഇല്ലേ? അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. ഞാനിങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അദ്ദേഹം സൃഷ്ടിക്കുന്നതാണോ, ഇനി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉപജാപക വൃന്ദങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനസിക തലത്തിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ആളും ആരവവും ആർഭാടവും വിട്ടൊഴിഞ്ഞ ഒരു ജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ക്ലിഫ് ഹൗസിലെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം അടക്കം നവീകരിക്കേണ്ടായി. അദ്ദേഹത്തിന് നീന്തി കുളിക്കാൻ വേണ്ടി, എക്സർസൈസിൻ്റെ ഭാഗമായി നീന്തി കുളിക്കുന്നതിന് വേണ്ടി ആ നീന്തൽക്കുളം നവീകരിച്ചു. അദ്ദേഹത്തിന് ശുദ്ധമായ പാല് കുടിക്കുന്നതിന് വേണ്ടി പശുത്തൊഴുത്ത് ഏതാണ്ട് 40 ലക്ഷം രൂപ മുടക്കിയാണ് പശുത്തൊഴുത്ത് AC ആക്കി പശുക്കൾക്ക് പാട്ട് കേൾക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത്. ഒരു നില മാത്രമുള്ള ക്ലിഫ് ഹൗസിലേക്ക് ആ 1ാം നിലയിലേക്ക് നടന്നു കയറാൻ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുള്ളതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ലാളിത്യം എവിടെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമോ അവിടെയെല്ലാം ലാളിത്യം വെട്ടി ഒതുക്കിയിട്ട് അദ്ദേഹം ആർഭാടത്തിൻ്റെ പാതയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സഞ്ചരിക്കുന്ന ദിവസങ്ങളിൽ മാത്രം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്താൽ ആ വാടക മാത്രം കൊടുത്താൽ മതി. അങ്ങനെ അവർ ഏവിയേഷൻ കമ്പനി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് വാർഷിക റെൻ്റലിന് വേണ്ടിയിട്ടാണ്, അതായത് ആനുവൽ റെൻ്റലായിട്ടാണ് ആ ഹെലികോപ്റ്റർ എടുത്തിട്ടുള്ളത്. അതിന് തന്നെ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കിരീടവും ചെങ്കോലും ഇല്ലാത്തൊരു ഭരണാധികാരിയായിരുന്നു, അല്ലെങ്കിൽ അത് മാത്രമായിരുന്നു പിണറായി വിജയന് ഉണ്ടായിരുന്നൊരു കുറവ്. ബാക്കിയെല്ലാം ഏകഛത്രാധിപതിയായ ചക്രവർത്തി പോലെ തന്നെയാണ് അദ്ദേഹം വാണിരുന്നത്. ഇവിടെ ഇപ്പോൾ അങ്ങനെ വാണിരുന്ന ഒരാളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും റദ്ദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ഒരു തീരുമാനം ഉണ്ടായി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതൊരു പകരം വീട്ടിലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫവാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന പൊതുവായി ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ,
ആ നമ്പറാണ് കട്ട് ചെയ്തത്. ആ നമ്പർ കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉപയോഗിച്ചിരുന്ന ആളെ വിളിച്ചു പറയേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. കാരണം നാളെ മുതൽ ഈ നമ്പർ പ്രവർത്തന സജ്ജമായിരിക്കില്ല. അത് പൊതുഭരണ വിഭാഗമാണ് ആ നമ്പർ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ പൊതുഭരണ വിഭാഗം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ കൈകാര്യം ചെയ്തിരുന്നതാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ്റെ കീഴിലാണ് ആ വകുപ്പുള്ളത്. അപ്പോൾ വി ഡി സതീശൻ തന്നെയാണ് അതിന് വേണമെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്പർ കട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു വിവാദം നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ, അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലുള്ള ED റെയ്ഡ്. അദ്ദേഹത്തിൻ്റെ മകള് CMRL എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങി ആ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുന്നു. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തടഞ്ഞുകൊണ്ട് CMRൻ്റെ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി EDക്ക് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ പിണറായി വിജയൻ കണി കണ്ടുണർന്നത് CRPക്കാരെയാണ്. തോക്കേന്തി CRPക്കാർ അദ്ദേഹത്തെ വിളിച്ച് ഉണർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുക്കുന്നു. വീട്ടിലുള്ള മകളുടെയും ഭാര്യയുടെയും എല്ലാം ഫോൺ പിടിച്ചെടുക്കുന്നു. അവിടെ റെയ്ഡ് നടക്കുന്നു. റെയ്ഡിൻ്റെ ഉള്ള ഉത്തരവ് കാണിക്കുന്നു. പിണറായി വിജയൻ ഈ റെയ്ഡ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഈ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അധികം താമസിക്കേണ്ട വസതി, ഔദ്യോഗിക വസതി കൻ്റോൺമെൻറ്റ് ഹൗസാണ്. ഈ കൻ്റോൺമെൻറ്റ് ഹൗസിൽ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ഇപ്പോഴും താമസം മാറിയിട്ടില്ല. ക്ലിഫ് ഹൗസിൽ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അദ്ദേഹത്തിന് അങ്ങോട്ട് താമസം മാറ്റാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അസൗകര്യം മൂലം പിണറായി വിജയൻ എന്തു ചെയ്തു? അദ്ദേഹം ബേക്കറി ജംഗ്ഷനിലുള്ള ഒരു വീട്, ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് അദ്ദേഹം അങ്ങോട്ട് മാറി. 3 ലക്ഷം രൂപ വാടകയുള്ളൊരു ചെറിയ വീട്ടിലേക്കാണ് അദ്ദേഹം താമസം മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടറിഞ്ഞത്, ദൃശ്യങ്ങളിലൂടെ കണ്ടറിഞ്ഞത്. ഈ വീട്ടിലാണ് ED റെയ്ഡ് ചെന്നത്. അവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയും. പ്രതിപക്ഷ നേതാവിൻ്റെ കൻ്റോൺമെൻറ്റ് ഹൗസിലേക്കാണ് EDയെ പോലുള്ള അന്വേഷണ ഏജൻസികൾ റെയ്ഡിന് ചെല്ലുന്നതെങ്കിൽ അത് DGP വിളിച്ചറിയിച്ചിരിക്കണം, നിയമസഭാ സ്പീക്കറുടെ അനുമതി ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഈ റെയ്ഡിലും ഇത്തരം ആനുകൂല്യങ്ങളൊന്നും പിണറായി വിജയന് കിട്ടിയില്ല എന്നുള്ളത് സങ്കടകരം തന്നെയാണ്. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ വീടും കൊടുത്തിട്ടില്ല, ഫോണും കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ED റെയ്ഡിന് വരുന്നൊരു സംഭവം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഈ റെയ്ഡിൻ്റെ തലേ ദിവസമാണ് മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത് VD സതീശൻ പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ടിരുന്നത്. അന്ന് അദ്ദേഹത്തിന് പൂച്ചെണ്ട കൊടുത്ത് അവരൊരുമിച്ച് നിൽക്കുന്ന പടങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പിറ്റേ ദിവസം റെയ്ഡ് നടന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു വരുത്തിയത് VD സതീശൻ അവിടെ ചെന്ന് മോദിയെ കണ്ടതിൻ്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് വന്നു എന്നുള്ളതാണ്. അതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും നമുക്ക് പിടികിട്ടുന്നില്ല. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്നത് കേരളത്തിലൊരു മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ട് പ്രധാനമന്ത്രിയുടെ താല്പര്യപ്രകാരം ഇവിടെ ഒരു റെയ്ഡ് വരുമോ എന്നുള്ളതെല്ലാം അന്വേഷിച്ചറിയേണ്ടതാണ്. അതിന് VD സതീശൻ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിർമ്മല സീതാരാമൻ അടക്കം പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും എല്ലാം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി കണ്ടത് കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിക്കാൻ വേണ്ടിയായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളും VD സതീശൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതെന്തായാലും അത് നമുക്ക് വളരെ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിലക്ക് നീങ്ങിയതിനെ തുടർന്നാണ് ഇവിടെ ED റെയ്ഡിനെത്തിയത്. പക്ഷേ ഈ കൻ്റോൺമെൻറ്റ് ഹൗസ് പിണറായി വിജയന് നിഷേധിക്കപ്പെട്ടു. കുറച്ച് നാളത്തേക്കെങ്കിലും VD സതീശൻ അവിടെ ക്ലിഫ് ഹൗസിൽ വർക്ക് നടക്കുന്നതിൻ്റെ, അറ്റകുറ്റപ്പണി നടക്കുന്നതിൻ്റെ പേരിൽ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറിയിട്ടില്ല. ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസും VD സതീശൻ്റെ കൈവശമിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കൻ്റോൺമെൻറ്റ് ഹൗസും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന ഫോണും പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക ഫോണും കട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീടും കൊടുത്തില്ല, ഫോണും കൊടുത്തില്ല. താമസിക്കുന്ന വീട്ടിലേക്ക് ED റെയ്ഡിനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുക്കി VD സതീശൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഒരു പണി കൊടുത്തതാണോ എന്ന് ഫവാസ് ആദ്യം ചോദിച്ചതുപോലെ അങ്ങനെ ഒരു ചോദ്യം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ, ഒരു സംശയം ഉണ്ടെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും നടന്ന വസ്തുതകൾ അത് തന്നെയാണ്. ഈ പണി കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിങ്ങനെയും കണ്ടുകൂടെ? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അച്യുതാനന്ദനെ ഈ പറഞ്ഞ പോലെ വെട്ടിയൊതുക്കിയത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, എന്താ പറയുക, പിണറായി വിജയനെ വെട്ടിയൊതുക്കിയത് ഈ പറഞ്ഞ പോലെ, എന്താ പറയുക, VD സതീശനാണെന്ന് പറഞ്ഞ പോലെ VSനെ വെട്ടിയൊതുക്കിയത് ഈ പറഞ്ഞ പോലെ, എന്താ പറയുക, പിണറായി വിജയനാണ്. അപ്പോൾ അത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് കൂടി നമുക്ക് ഇതിനെ പറഞ്ഞു. കാരണം പിന്നീട് അദ്ദേഹം VSനെ പറഞ്ഞത് അദ്ദേഹത്തിന് വാർദ്ധക്യം
പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വബോധ അവസ്ഥ നഷ്ടപ്പെടുന്നു, പല കാര്യങ്ങളും വിളിച്ചു പറയുന്നു. അത്തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ക്യാബിനറ്റിൽ നിന്ന് വരെ ഒരു പേരിനൊരു ക്യാബിനറ്റ് പദവി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മെല്ലെ ഇരുത്തുന്നു. ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുത്തുന്നു. പിന്നീട് അതൊന്നും മെല്ലെ തട്ടി ഒഴിവാക്കുന്നു, പാർട്ടിയിൽ നിന്ന് ഇല്ലാണ്ടാക്കുന്നു. അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നു. ഇത്തരത്തിൽ VS-നെ വെട്ടിയൊതുക്കി അതേ പിണറായിക്ക് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ 2026 എത്തുമ്പോൾ VD സതീശന്റെ വക എന്താ പറയുക VS-ന് വേണ്ടി ഇങ്ങാണ്ട് വെട്ടിയൊതുക്കുന്ന പോലെ ഇതിനെ കണ്ടു. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്, നമ്മൾ ചെയ്യുന്നതിൻ്റെ എന്തായാലും അതിൻ്റെ ഫലങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പോൾ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവനവൻ സ്വയം അനുഭവിച്ചിടണം എന്നൊരു കവിവാക്യമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കാലത്തിൻ്റെ കാവ്യനീതി. അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നോ അത് നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ മലയാളത്തിൽ മറ്റൊരു ചൊല്ലുകൂടിയുണ്ട്, ഈ അനിയത്തെ കാണിച്ച് ചേട്ടത്തിയെ കല്യാണം കഴിപ്പിക്കുക. അതായത് പെണ്ണ് കാണാൻ വരുമ്പോൾ അനിയത്തിയെ കാണിച്ചു കൊടുക്കുക, പിന്നീട് കല്യാണ പന്തലിലേക്ക് ഏട്ടത്തിയെ കല്യാണത്തിന് ഇറക്കുക. കാരണം കാണാൻ മോശമായിട്ടുള്ള ഏട്ടത്തിയെ അനിയത്തിയെ കാണിച്ച് കല്യാണം കഴിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അത്തരം ഒരു ചൊല്ലുണ്ടായത്. ഏതാണ്ട് ഇത് തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായത്. കാരണം മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട് നീളെ അദ്ദേഹത്തിൻ്റെ പടം വെച്ചിട്ട് പോസ്റ്റർ അടിച്ചിട്ട് തന്നെയാണ് വോട്ട് നേടിയതും CPM വിജയത്തിലേക്ക് എത്തിയതും. എന്നിട്ട് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ VS അച്യുതാനന്ദന് മുഖ്യമന്ത്രി പദവില്ല, മന്ത്രിപദവില്ല, അദ്ദേഹം മന്ത്രിസഭയിൽ പോലുമില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അപ്പോൾ പ്രവാസി പറഞ്ഞ പോലെ ഒരു വെട്ടിയൊതുക്കൽ അവിടെ നടന്നു. പിന്നീട് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ക്യാബിനറ്റ് റാങ്കോടുകൂടി ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാനോ അങ്ങനെ എന്ത് പറഞ്ഞൊരു സ്ഥാനം കൊടുക്കുന്നു. പിന്നീട് സെക്രട്ടേറിയറ്റിൽ എന്താണ് ഒരു ഉപമുഖ്യമന്ത്രി എന്ന രീതിയിൽ VS അച്യുതാനന്ദൻ്റെ ഓഫീസ് മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്ന ആളുകളിൽ കൂടുതൽ ആളുകൾ VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി വരുന്നു. അത് കണ്ടപ്പോൾ പിണറായി വിജയൻ വീണ്ടും ഹാലിളകി VS അച്യുതാനന്ദൻ്റെ ഓഫീസ് സെക്രട്ടേറിയറ്റ് അനക്സിൽ നിന്ന് വേറൊരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ VS അച്യുതാനന്ദനെ തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയായി കണ്ട് വെട്ടിയൊതുക്കിയ ആൾ തന്നെയാണ് പിണറായി വിജയൻ. അതിപ്പോൾ പിണറായി പക്ഷക്കാർ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് പറയും. ശരിയാണ്, നമ്മൾ സമ്മതിക്കാൻ തയ്യാറാണ്. നമ്മൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയും നമ്മളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഈ പാർട്ടിയുടെ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പിണറായി വിജയൻ VS അച്യുതാനന്ദനോട് ചെയ്തത് എന്താണോ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, ഒരു നേതാവിനെ, ജനകീയനായ ഒരു നേതാവിനെ എങ്ങനെ അവഗണിച്ചു മാറ്റി നിർത്തിയിരുന്നുവോ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം സൗകര്യങ്ങൾ വെട്ടിയൊതുക്കി മാറ്റി നിർത്തിയോ എന്നതുപോലെ തന്നെ ഏകഛത്രാധിപതിയായി എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി വാണരുളിയ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ അർഹതപ്പെട്ട, പ്രതിപക്ഷ നേതാവിന് അർഹതപ്പെട്ട വീടും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോണും പോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡും വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭംഗ്യന്തരാണ് പറയുകയാണെങ്കിൽ അതിനെല്ലാം പുറകിൽ പ്രവർത്തിച്ചത് VD സതീശനാണോ, അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റപ്പോൾ പിണറായി വിജയൻ എന്ന പഴയ മുഖ്യമന്ത്രിക്കും പഴയ രാഷ്ട്രീയ എതിരാളിക്കും കൊടുത്തൊരു വലിയ പാഠമാണോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു സംസാരമുണ്ട്. VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഇതെല്ലാം സ്വാഭാവികമായ നടപടിക്രമമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.